എടാ കൊച്ചേ, നീ എന്നെ എടുക്കുക. ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാ. നീ ഇന്നലെ ഒരു കൊച്ചിനെയും കൊണ്ട് ബൈക്കിൽ പോകുന്ന അപ്പുറത്തെ രാധാമണി പറഞ്ഞല്ലോ. ഏത്? അപ്പുറത്തെ? ഓ, മേലെപ്പറമ്പിലെ രാധാകൃഷ്ണൻ്റെ മോള്. ആ കൊച്ചിപ്പോൾ പുറത്തെങ്ങാണ്ട് പോകാൻ പഠിക്കുമല്ലേ? കഴിഞ്ഞ ദിവസം അയൽക്കൂട്ടത്തിൽ പോയപ്പോൾ ഞാൻ അവളുടെ അമ്മേനെ കണ്ടായിരുന്നു. അന്നേരം പറഞ്ഞു പെങ്കൊച്ചിങ്ങനെ നേഴ്സിങ് കഴിഞ്ഞ് വീട്ടിൽ നിൽപ്പുണ്ട്, പുറത്തേക്ക് പോകാൻ നോക്കുവാന്നൊക്കെ. നിങ്ങൾ തമ്മിൽ കൂട്ടുകാരാ? ഓ, അപ്പോൾ ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല കൊച്ച. നല്ല മുടിയൊക്കെ ഉണ്ട്, നല്ല മിടിക്കുക. പിന്നെ അവൾ പുറത്തേക്ക് പോകാൻ നോക്കുമല്ലേ, നല്ലതാ. നിങ്ങളറിഞ്ഞ ഇവന് നമ്മുടെ രാധാകൃഷ്ണൻ്റെ മോളില്ലേ, അവളെ ചെറിയ ഇഷ്ടമൊക്കെയാണ്. ആ പെങ്കൊച്ചി തന്നെ. അവൾ പുറത്തേക്ക് പോകാൻ ഇപ്പോൾ പഠിക്കുവാ. ഒന്ന് കാണിച്ചേടാ ഇതിനെ. അയ്യോ, സുന്ദരിയാ, സുന്ദരി മോളെ. അയ്യോ, നിനക്ക് ചേരും. ഇപ്പം എങ്ങാനും പറഞ്ഞുറപ്പിച്ച് വെക്കണോ? വേണ്ടല്ലേ? നോക്ക്, സുന്ദരിയല്ലേ? അയ്യോ, തങ്കക്കുളം പോലൊരു കൊച്ച്. എനിക്കെങ്ങാനും കിട്ടിയ പൊന്നു പോലെ ഞാൻ നോക്കും. അയ്യോ എൻ്റെ പൊന്നേ. ഒരു ദിവസം വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാടാ, ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണുകയും മിണ്ടുകയും ചെയ്യാലോ. ഞങ്ങളെക്കുറിച്ചൊക്കെ അറിയത്തില്ലേ? നമുക്ക് എല്ലാത്തിനും സമ്മതമാണെന്ന് പറഞ്ഞേര്. ഇനിയിപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് എന്തേലും അങ്ങനെ പ്രശ്നമൊന്നും വരാൻ വഴിയില്ല. നീയല്ലേ നമ്മുടെ മോന് ഒരു അല്ലേ ഏട്ടാ, ഒരു ദുശീലല്ലയോ. അങ്കക്കുളം പോലുള്ള കൊച്ചിന് അങ്കക്കുളം പോലുള്ള പെങ്കൊച്ചിനെയും കിട്ടും. എൻ്റെ പുണ്യം. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നന്നായി. നീ അവളെ കൂട്ടി ഒരു ദിവസം വാ കേട്ടോ. എന്നതാ അവൾക്ക് ഇഷ്ടം എന്നൊക്കെ പറ, ഞാനിവിടെ ഉണ്ടാക്കി വെക്കാം. നീ എന്നെ എടുക്കുവാടി? ഫോൺ എൻ്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ ചിലതൊക്കെ അറിയുന്നുണ്ടല്ലോ. ഇന്നലെ നീ കോളേജിൽ പോയപ്പം ആ ബസ് സ്റ്റോപ്പിൽ ആരോടാ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നേ? രാധാമണി പറഞ്ഞു. അല്ല, ആര് പറഞ്ഞെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതാരായിരുന്നു? അത് പറ. പറ. എന്നെ പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? പറ. അല്ല, ഇവൾ ഇന്നലെ കോളേജിൽ പോയപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏതോ ഒരുത്തനോട് മിണ്ടുന്ന കണ്ടു. ഞാനല്ല, രാധാമണി കണ്ടു, എന്നോട് പറയുകയും ചെയ്തു. ഞാൻ അത് ആരാന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ഉത്തരവില്ല. പറയടി, ആരാത്? എന്നാ ഒരു കള്ളത്തരം. ഫോൺ ഇത് തുറന്നേ. ഓ, ലോക്കൊക്കെ ഇട്ടങ്ങ് പൂട്ടി. തുറക്കടി. ആരാടി ഇവൻ? ഇവൻ എന്നാത്തിനാ? ഇവൻ എന്നെ മെസ്സേജ് അയച്ചേക്കുന്നേ? ഇവൻ എന്നാ? നീയുമായിട്ടുള്ള ബന്ധം എന്നാ? നോക്കിക്കേ, നിങ്ങളിങ്ങനെ മക്കളുടെ തോളത്തിന് തുള്ളിക്കോ. അവള് കോളേജിലോട്ടല്ല പോകുന്നത്. നിനക്ക് ആരാടി ലൈസൻസ് തന്നെ അവൻ്റെ കൂടെ നടക്കാൻ? അവനെ പ്രേമിക്കാൻ നിന്നോടാരാ പറഞ്ഞ? നിനക്ക് എന്നാ കുറവാടി വീട്ടിലുള്ള? കേട്ടോ ചേട്ടാ,
ഇവക്ക് എന്നാ കുറവുണ്ടായിട്ട? കണ്ണേ കരളെ പൊന്നെ ഒന്നേന്നും പറഞ്ഞ് നോക്കിയിട്ട് ഞാനിതാ ഇങ്ങനെ സഹിക്കും. ഓ, ഞാൻ എൻ്റെ കുടുംബക്കാരോട് എന്നാ പറയും? നിർത്തിക്കോ, ഇന്നത്തോടെ നിന്റെ കോളേജിൽ പോക്ക് നിർത്തിക്കോ. പഠിക്കാൻ വേണ്ട, ഒന്നിനും പോകണ്ട, ഇവിടെ കിടന്നോണം. ഇവിടെ തിന്നാനും ഉണ്ടാക്കി തന്ന് തുണി അലക്കി ചോറും കെട്ടി കൊടുത്തു വിടുന്നത് കണ്ടവന്റെ തലേ കയറാനാ. സമ്മതിക്കാം, ഞാൻ സമ്മതിക്കാം. നീ നോക്കിയിരുന്നോ, നീ നോക്കിയിരുന്നോ. ഞാനിവിടെ ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് ഇവക്ക് മാത്രം. ഞാൻ എൻ്റെ ചെക്കനെ പോലും മര്യാദയ്ക്ക് തുണി മേടിച്ചു കൊടുത്തിട്ടില്ല, തിന്നാൻ മേടിച്ചു കൊടു, എല്ലാം കിട്ടുന്നത് ഇവക്ക. എന്നിട്ട് ഇവിടെ